കാഞ്ഞങ്ങാട് UDFന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ അധികാരികളുടെ ഭരണം നരകഭരണമെന്നാരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് 2 മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും നടുറോഡിൽ ബസ് കയറേണ്ട അവസ്ഥയാണെന്നും പുതിയ ബസ് സ്റ്റാൻഡ് ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചിട്ടില്ല എന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അങ്ങനെ തന്നെ കാഞ്ഞങ്ങാട് നഗരഭരണം അക്ഷരാർത്ഥത്തിൽ നരകഭരണമായിരിക്കുകയാണെന്നും 6 മാസത്തിനകം നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDF നഗരസഭാ ഭരണസമിതിയെ താഴെയിറക്കി UDF ഭരണത്തെ കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും മാഹിൻ ഹാജി പറഞ്ഞു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടത്തെ മാറ്റാനുള്ള ഒരു സുവർണാവസരമാണ് 4-5 മാസങ്ങൾക്കാണ് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇതിനുള്ള ചുട്ട മറുപടി നൽകാനായിരിക്കണം ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൂടെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഷീലോഡ് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതേപോലെ മത്സ്യ മാർക്കറ്റ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പുരുഷോത്തം വക്കീലായിരുന്നു ചെയർമാൻ. 21 സെന്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മത്സ്യ മാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി 19 സെന്റ് സൗജന്യമായി ഞങ്ങൾ നൽകുകയും 40 സെന്റ് സ്ഥലത്ത് നല്ല വിശാലമായ രീതിയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് മുഴുവനായും കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു സൗകര്യവുമില്ലാത്ത രീതിയിൽ ആ മാർക്കറ്റ് നിർമ്മിക്കുകയും ഇന്ന് അതൊരു ശാപമായി, നഗരത്തിന്റെ ശാപമായി, കൊതുക് വളർത്ത് കേന്ദ്രമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. UDF മുനിസിപ്പൽ ചെയർമാൻ MP ജാഫർ അധ്യക്ഷത വഹിച്ചു. KP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. V കമാരൻ, M ബഷീർ വെള്ളിക്കോത്ത്, അസൈനാർ, PV സുരേഷ്, K മുഹമ്മദ് കുഞ്ഞി, V ഗോപി, KK ബദ്രുദ്ദീൻ, ഷംസുദ്ദീൻ ആവിയിൽ, KK ജാഫർ, M കുഞ്ഞികൃഷ്ണൻ, ഉമേഷൻ TV, കമലാക്ഷ, സലാം, ബഷീർ ആറങ്ങാടി, KK ബാബു, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, C ശ്യാമള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.